ശലഭം പാർട്ട് 10. ഓരോ ദിവസവും ആർക്കു വേണ്ടിയും കാത്തിരുന്നില്ല, ഓടിക്കൊണ്ടേയിരുന്നു. ഇടയിൽ ശ്രീകാന്തിന്റെ കോളേജിൽ തന്നെ നീലിക്കും ബാമക്കും അഡ്മിഷനും ശരിയാക്കി. കോളേജ് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു രണ്ടുപേരിലും. അങ്ങനെ ഇന്ന് കോളേജിലേക്ക് പോകുകയാണ്. രണ്ടുപേരും രാവിലെ തന്നെ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് പോയി. രണ്ടുപേരും അവിടേക്ക് കയറി വരുമ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തോടെ അവരകത്തേക്ക് സ്വീകരിച്ചു. എന്നാൽ അവരുടെ ചെറിയമ്മയായ സരസ്വതി വലിയ താല്പര്യമില്ലാതെയായിരുന്നു നീലിയെ നോക്കിയത്. അമ്മുവും അപ്പുവും പുതിയ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽപ്പാണ്. ശ്രീകാന്തിന്റെ അമ്മ ദേവയാനി അവളെ നന്നായി സ്വീകരിച്ചു. ശ്രീകാന്ത് മാറ്റിയൊരുങ്ങി ആ ഗൗരവത്തോടെ തന്നെ ഇറങ്ങി വന്നു. ഞങ്ങൾ ഇറങ്ങുക, എല്ലാവരോടുമായി ആ ഒരു സംസാരത്തിലൊതുക്കി. അവന്റെ കൂടെ കാറിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ, നിന്റെ ഭാവി കെട്ടിയോൻ്റെ അടുത്ത് നീ തന്നെ ഇരുന്നോ, അല്ലാതെ ഞാനൊന്നും ഇരിക്കില്ല ഈ ചൂടമാഷിൻ്റെ അടുത്ത്. അതും പറഞ്ഞ് ബാമ മുമ്പിലെ ഡോറ് തുറന്ന് അവളെ അവിടെ ഇരുത്തി. അവൾ പുറകിലും കയറി. കോളേജിലേക്ക് വണ്ടി എത്തുന്നത് വരെ ആരും ഒന്നും മിണ്ടിയില്ല, മൗനം തന്നെയായിരുന്നു. കോളേജിലേക്ക് വണ്ടി വന്ന് നിർത്തിയതും, ഇത് കോളേജാണ്, റാഗിങ് എല്ലാം കാണും, പേടിക്കാനൊന്നും നിൽക്കേണ്ട, എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി, ഇറങ്ങിക്കോ. അതും പറഞ്ഞ് അവരെ ഇറക്കി അവൻ വണ്ടിയെടുത്ത് മുന്നോട്ട് പാഞ്ഞു. രണ്ടുപേരും കോളേജിന്റെ മുമ്പിൽ നിന്നും പരസ്പരം നോക്കി. നിന്റെ ഭാവിക്കാലിപ്പം കെട്ടിയോനെ എനിക്ക് ഈ കോളേജ് പേടിയുള്ളൂ, അത് വിചാരിച്ച ഇങ്ങോട്ട് വരാനൊന്നും മടിച്ചത്, എന്ത് ചെയ്യാനാ വിധി. അതും പറഞ്ഞ് ബാമയൊന്ന് ദീർഘശ്വാസം വിട്ടതോ നീലി അത് കണ്ട് ചിരിച്ചു. ഇവിടെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് അല്ലേ, കോളേജ് ഒന്ന് നോക്കിക്കൊണ്ട് ബാമ പറഞ്ഞു. നീലി ഒന്ന് തലയാട്ടി കാണിച്ചു. രണ്ടുപേരും കയ്യും പിടിച്ച് കോളേജിലേക്ക് നടന്നു. വലിയ ബിൽഡിങ്ങുകളെല്ലാം ഉയർന്നു നിൽപ്പുണ്ട്, എന്നാലും പച്ചപ്പ് നിറഞ്ഞിരുന്നു. ഒരുപാട് മരത്തണലുകൾ ഉണ്ടായിരുന്നു. ഓരോ തണലിലും കുട്ടികൾ ഇരിപ്പുണ്ട്. അവർ കുട്ടികളെയെല്ലാം റാഗ് ചെയ്യുന്നത് കണ്ടതും, മോളെ നമുക്ക് മുങ്ങുമല്ലേ, ഇങ്ങനെ നേരെ പോയാൽ റാഗിങ് ഉറപ്പാ, തിരിഞ്ഞു നടന്നാലുമുണ്ട്, പുറകിലേക്ക് പോയാലും ഉറപ്പാ. പുറകിൽ നിന്നും ആരുടെയോ ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ 3 പെൺകുട്ടികളും 4 ആൺകുട്ടികളും ചേർന്ന ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അവിടെ. അവരെ കണ്ടതും ഇവർ രണ്ടുപേരും ഒന്ന് പരസ്പരം നോക്കി. ഇങ്ങനെ മുങ്ങുന്നവരെ പൊക്കി റാഗിങ് ചെയ്യുന്ന ഗ്യാങ് ആണ് ഞങ്ങളുടേത്, അതിലൊരാൾ പറഞ്ഞതും, എന്തായാലും രണ്ടുപേരും വായോ, നമുക്ക് വിശദമായൊന്ന് പരിചയപ്പെടാം, ഈ വെയിലത്ത് നിന്നും കഷ്ടപ്പെടേണ്ട, അതാണ് ഞങ്ങളുടെ ഇടം, വാ. ഒരു മരച്ചുവട് കാണിച്ചതും രണ്ടുപേരും ഒന്ന് പേടിയോടെ പരസ്പരം നോക്കി. അവരെല്ലാം അവിടെ പോയി ഇരിപ്പുണ്ട്. രണ്ടുപേരും ഒന്ന് പരസ്പരം നോക്കി. വാ പോയി നോക്കാം, എന്താ പറയുന്നേ എന്ന് കേൾക്കാം. അതും പറഞ്ഞ് നീലിയുടെ കൈ പിടിച്ച് ബാമ നടന്നു. നീലിയും പേടിയോടെ തന്നെ കൂടെയുണ്ട്. ആ ഗ്യാങ് ആണെങ്കിൽ ഗൗരവത്തിലാണ് ഇവരെ നോക്കുന്നത്. രണ്ടുപേരും അവരുടെ മുമ്പിലായി പോയി നിന്നു. ആദ്യം പേരിൽ നിന്നും തുടങ്ങാം. നെയ്മ് പറ. ബാമ, ഇത് നീലിമ. ഇവൾക്കെന്താ നാവില്ലേ, അവക്ക് പറഞ്ഞാലെന്താ? ഇല്ല. ആ ചോദ്യം കേട്ട ഉടനെ ബാമ മറുപടി പറഞ്ഞതു, ഡി ഞങ്ങൾ സീനിയേഴ്സാണ്, തർക്കുത്തരം പറയുന്നു. അതും പറഞ്ഞ് അവനൊന്ന് എണീറ്റതും ബാമ ഞെട്ടിക്കൊണ്ട് നീലിയുടെ പുറകിൽ നിന്നു. നീലിയെ മുമ്പിലേക്ക് നിർത്തിയതും അവളൊന്ന് ഞെട്ടി. എന്താടി നിന്റെ നെയ്മ്? നീലിയെ നോക്കി വീണ്ടും അശ്വിൻ ചോദിച്ചു. ആ ഗ്യാങ്ങിന്റെ നേതാവായിരുന്നു അവൻ. അത് കേട്ടതും നീലിയൊന്ന് ഞെട്ടിയെങ്കിലും നീലി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, അവൾക്ക് മിണ്ടാൻ കഴിയില്ലെന്ന്. അത് കണ്ടതും അവൻ്റെ കൂട്ടുകാരെല്ലാം പരസ്പരം നോക്കി. നിനക്ക് ശരിക്കും സംസാരിക്കാൻ അറിയില്ലേ? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചതും, അതല്ല ഞാൻ പറഞ്ഞത്, അവൾക്ക് സംസാരശേഷിയില്ലെന്ന്, നിങ്ങൾ പറയുന്നതെല്ലാം അവൾക്ക് കേൾക്കും. അവനൊന്ന് അയഞ്ഞു എന്ന് തോന്നിയതും നീലിയുടെ പുറകിൽ നിന്നും മുമ്പിലേക്ക് വന്ന് നേരെ നിന്നുകൊണ്ട് ബാമ പറഞ്ഞു, ഓ എന്തായാലും കൂടെ നീ ഉണ്ടല്ലോ, നീ ഇവളുടെ കൂട്ടുകാരിയാണോ? മറ്റൊരാൾ അത് ചോദിച്ചതും, കൂട്ടുകാരിയും കുടുംബവുമാണ്. എന്നാ മോളൊരു പാട്ട് പാടിക്കെ കേൾക്കട്ടെ ചേട്ടന്മാരും ചേച്ചിമാരും. അശ്വിൻ അത് പറഞ്ഞതും,
ആര്? ഞാനോ? അല്ല, ഞാൻ. മിണ്ടാതെ പാടാൻ. ഭാമ നീലിയെ നോക്കി ഒന്ന് ഇളിച്ചുകൊണ്ട് പതിയെ പാടി തുടങ്ങിയതും നീലി ഒന്ന് ഞെട്ടി. കാരണം ഭാമ നന്നായി പാടുന്നുണ്ടായിരുന്നു. ഭാമയുടെ പാട്ട് ഇതുവരെ അവൾ കേട്ടിട്ടേയില്ലായിരുന്നു. അവൾ പാടി നിർത്തിയതും അപ്പൊ പാടാൻ അറിയും. ഭാമ ഒന്ന് പുഞ്ചിരിച്ചു. നീലി അത്ഭുതത്തോടെ അവളെ നോക്കുന്നുണ്ട്. അഷി, ഇതാ ആ നിൽക്കുന്നതാണ് ആ അഹങ്കാരി ഗംഗ. കുറച്ചകലെയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരാൾ പറഞ്ഞതും ആ അഹങ്കാരം ഞാൻ തീർക്കുന്നുണ്ട്, അവളെ ഒന്ന് കാണട്ടെ, നിങ്ങൾ പൊക്കോളൂ. അത് കേട്ടതും രണ്ടുപേരും തിരിഞ്ഞു നടന്നു. ഇവർക്ക് ഇത് തന്നെയാ പണിയെന്ന് തോന്നുന്നു അല്ലേ? രണ്ടും കൂടെ ക്ലാസ് അറിയാതെ വട്ടം കറങ്ങി നടപ്പാണ്. ഓ, ആ ശ്രീകാന്തേട്ടൻ എന്താ ക്ലാസ് ഒന്ന് പറഞ്ഞു തന്ന, എന്നാൽ ഇങ്ങനെ കഷ്ടപ്പെടണോ? വരാന്തയിലൂടെ നടക്കുമ്പോൾ ഭാമ പറഞ്ഞു. അവർ രണ്ടുപേരും ഓരോ ക്ലാസിന്റെ മുമ്പിലും എഴുതി വെച്ച ഡിപ്പാർട്ട്മെന്റ് നെയിമെല്ലാം വായിച്ചു നോക്കിയാണ് നടക്കുന്നത്. പെട്ടെന്ന് അവരുടെ ഓപ്പോസിറ്റ് ഒരു ടീച്ചർ ധൃതി പിടിച്ചു വരുന്നത് അത് ഇവർ കണ്ടില്ലായിരുന്നു. ആ ടീച്ചർ ധൃതിയിൽ നടന്നു വരുമ്പോൾ അവരുടെ സാരിയെല്ലാം നേരാക്കുമായിരുന്നു. മുന്നോട്ട് നോക്കിയതുമില്ലായിരുന്നു. പെട്ടെന്ന് നീലിയും ആ ടീച്ചറും കൂടെ കൂട്ടിമുട്ടി. നീലി പുറകിലേക്ക് ആഞ്ഞതും ഭാമ അവളെ പിടിച്ചു നിർത്തി. എന്നാൽ ടീച്ചർ ഒന്ന് പുറകിലേക്ക് വീണു. കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളിൽ നിന്നും പേപ്പറുകളെല്ലാം പാറി പറന്നു. അത് കണ്ടതും ഭാമയും നീലിയും ഞെട്ടി നിൽക്കുമ്പോഴാണ് അവിടെയുള്ള ക്ലാസ്സിലെ കുട്ടികളെല്ലാം പൊട്ടിച്ചിരിക്കുന്നത്. അത് കേട്ട് ടീച്ചർ തീശത്തിൽ ആ കുട്ടികൾ തിരിഞ്ഞു നോക്കിയതും എല്ലാവരും ചിരി നിർത്തി. അവർ തീശത്തിൽ ഇവരെ നോക്കി എണീറ്റു നിന്നു. നിനക്കൊക്കെ എന്താടി, കണ്ണ് കാണില്ലേ? രാവിലെ തന്നെ മനുഷ്യനെ മെനുക്കെടുത്താൻ വന്നിരിക്കുന്നു. ആരെ വായി നോക്കിയാടി വരുന്നത്? നിന്നെ പോലെയുള്ളവർ കോളേജിലേക്ക് വരുന്നത് വായി നോക്കാനല്ലേ? അവർ ദേഷ്യത്തോടെ നീലിയോട് പറയുന്നത് കേട്ട് നീലിക്ക് സങ്കടമായിരുന്നു. അത് മിസ് ഭാമ പറയാൻ നിന്നതും മിണ്ടരുത്, നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അവരുടെ സംസാരം കേട്ട് ഭാമ ഒന്നും മിണ്ടിയില്ല. എൻ്റെ പുസ്തകം പേപ്പറും എല്ലാം പെറുക്കിയെടുത്തേ. നീലിയോടായി അത് പറഞ്ഞതും അവൾ പെട്ടെന്ന് താഴെയിരുന്ന് എല്ലാം പെറുക്കി. ഭാമയും അവളെ സഹായിച്ചു. എല്ലാം എടുത്ത് അവർക്ക് നൽകുമ്പോൾ അവർ ദേഷ്യത്തോടെ കൈ കെട്ടി നിൽപ്പായിരുന്നു. അത് കയ്യിൽ കിട്ടിയതും അവർ അത് വാങ്ങി ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. നീലി സങ്കടത്തോടെ ഭാമയെ നോക്കി. ആ തള്ളയുടെ അഹങ്കാരം കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, അതിന്റെ സ്വഭാവം അങ്ങനെയാ. കല്യാണം കഴിയാത്തതിന്റെ ദേഷ്യമാണെന്നാണ് കുട്ടികളെല്ലാം പറയാറ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണോ? അതെ, ക്ലാസ് നോക്കി നടക്കുമ്പോഴാണ് ഇത്. ഡിപ്പാർട്ട്മെന്റ് പറ. സൈക്കോളജി. ആ കാണുന്ന നിലയിൽ 4ാമത്തെ ക്ലാസ്സാണ്. വേഗം പൊക്കോളൂ, ബെല്ലടിച്ചു. ടൈം വൈകിയാൽ ഇനി അതിനാവും കിട്ടുക. ഞങ്ങൾക്കാണെങ്കിലോ ആ ഇന്ദുചൂടനാണ്. അവിടെയുള്ള ക്ലാസ്സിലെ ഒരു കുട്ടി ഇറങ്ങി വന്ന് അവരോട് പുഞ്ചിരിയോടെ സംസാരിച്ചു കൊണ്ട് പറഞ്ഞു നിർത്തി. ഇന്ദുചൂടനോ? അത് ഞങ്ങളുടെ ക്ലാസിന്റെ സാറാ. ശ്രീകാന്ത് എന്ന നെയിം. പക്ഷെ അതിൻ്റെ കലിപ്പ് സഹിക്കൂല. അതിനെ പേടിച്ചാ പഠിക്കുന്നത്. ഏത് വിഷയത്തിലും മാർക്ക് കുറഞ്ഞാലും ഇയാളുടെ വിഷയത്തിൽ കുറയൂല. അത്രയും ദേഷ്യമാണ്. അപ്പോ കുട്ടികളെല്ലാം ഇട്ട പേരാണ് ഇന്ദുചൂടൻ. അത് കേട്ടതും രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി. ഓ, ഞാൻ സ്നേഹ, നിങ്ങൾ? അത് പറഞ്ഞ് അവരെ നോക്കി പുറകിലേക്ക് നോക്കുമ്പോഴാണ് അതിലൂടെ നടന്നു വരുന്ന ശ്രീകാന്തിനെ അവൾ കാണുന്നത്. അയ്യോ, വേഗം വിട്ടോ, ഇന്ദുചൂടൻ വരുന്നുണ്ട്. ഇനി ഇവിടെ കണ്ടതിന് എന്താണോ എന്തോ. അതും പറഞ്ഞ് സ്നേഹ ക്ലാസ്സിലേക്ക് പോയി. ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീകാന്ത് നടന്നു വരുന്നുണ്ട്. ഇവരെ കണ്ട ഒരു ഭാവം പോലും അവന്റെ മുഖത്തില്ല. അവൻ കലിപ്പിൽ തന്നെ. എന്താ ഇവിടെ, ക്ലാസ്സിൽ കയറ്. അവരുടെ അടുത്തേക്ക് എത്തിയതും അവൻ ഗൗരവത്തിൽ അതും പറഞ്ഞ് അവന്റെ ക്ലാസ്സിലേക്ക് കയറിയതും നീലിയും ഭാമയും പെട്ടെന്ന് ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. ഓ, കോളേജ് എത്തിയപ്പോ ശ്രീയേട്ടൻ നമ്മളെ മറന്നു മോളെ. നല്ല പേരാണ്, ഇന്ദുചൂടൻ. അത് കേട്ടതും നീലി ഒന്ന് പുഞ്ചിരിച്ചു. നമ്മുടെ ടീച്ചർ ഇനി ആരാണോ എന്തോ. അതും പറഞ്ഞ് അവർ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും ക്ലാസ്സിൽ ഒത്തിരി കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. രണ്ടുപേരും ഒരു പുഞ്ചിരിയോടെ ക്ലാസ്സിലേക്ക് കയറി. 3ാം ബെഞ്ചിലായിരുന്നു അവർ ഇരുന്നത്. അവർ ഇരുന്നതും പരിചയപ്പെടാൻ വേണ്ടി കുട്ടികളെല്ലാം അടുത്തേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് ക്ലാസ്സിലേക്ക് ടീച്ചർ വരുന്നത്. വരുന്ന ടീച്ചറിനെ കണ്ടതും ഭാമയും നീലയും ഒന്ന് ഞെട്ടി നോക്കി. എല്ലാവരും എണീറ്റ് നിന്നതും ഇവരും എണീറ്റു. ഇരിക്ക്. ഞാനാണ് ക്ലാസ് ടീച്ചർ. എൻ്റെ പേര് ഗായത്രി. അവർ ഗൗരവത്തിലാണ് സംസാരം.
അതും പറഞ്ഞ് എല്ലാവരെയും നോക്കുമ്പോഴാണ് അവരുടെ കണ്ണിൽ നീലിയും ബാമയും പെട്ടത്. അവരെ ഒന്ന് നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇനി ആദ്യത്തെ ദിവസമായതുകൊണ്ട് ക്ലാസ്സില്ല. എല്ലാവരും ഇവിടെ വന്നു നിന്ന് പേര് എന്താണ്, വരുന്നത് എവിടെ നിന്നുമാണ്, ഇതിനു മുമ്പ് എവിടെ പഠിച്ചു എന്നോ, വീട്ടിൽ ആരെല്ലാം ഉണ്ട്, ഈ വിഷയം എടുക്കാനുള്ള കാരണം എല്ലാം ഇംഗ്ലീഷ് പറയണം. ഒരു മിസ്റ്റേക്കും ഉണ്ടാകാൻ പാടില്ല. അതും പറഞ്ഞ് അവരൊന്ന് ഗൗരവത്തിൽ കൈകെട്ടി നിന്നു. അപ്പോ ആദ്യം ഇതാ ഇവള് വരട്ടെ. അവൾ നീലിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവളൊന്ന് ഞെട്ടി. ബാമയെ നോക്കി എന്തു പറയുമെന്നില്ലാതെ. ഹലോ, നിന്നെ ഞാൻ വിളിച്ചില്ലേ? നിനക്ക് ചെവി കേൾക്കുന്നില്ലേ? വിളിച്ചാലും ഉടനെ വരണം. അവർ വീണ്ടും ദേഷ്യത്ത് പറഞ്ഞതും നീലിയൊന്ന് ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ എണീറ്റ് വന്ന് ക്ലാസിന്റെ മുമ്പിലായി നിന്നു. അവൾ മുമ്പിൽ വന്ന് എല്ലാവരെയും നോക്കിയപ്പോൾ തന്നെ അവൾക്ക് ഭയമായിരുന്നു. അവളുടെ കൈയെല്ലാം വിറക്കാൻ തുടങ്ങിയിരുന്നു. ടീച്ചർ പുറകിൽ പോയി അവളെ നോക്കി. തുടങ്ങിക്കോ. അവർ തുടങ്ങാൻ പറഞ്ഞതും എല്ലാവരെയും മുമ്പിലായതും എല്ലാം കൂടെ നീലിയാകെ വിയർക്കാൻ തുടങ്ങിയിരുന്നു. ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാൻ നീലിക്ക് കഴിയുന്നില്ലായിരുന്നു. മിസ്. ബാമ എണീറ്റ് പുറകിലേക്ക് തിരിഞ്ഞ് അവരെ നോക്കിക്കൊണ്ട് വിളിച്ച് പറയാൻ തുടങ്ങിയതും, നിന്നോട് ഞാൻ പറഞ്ഞു നേരത്തെ, നിന്നോടല്ല എന്നുള്ളത്. ഞാനിപ്പോൾ അവളോട് സംസാരിക്കുന്നത് നീ കേട്ടില്ലേ? ഇരിക്കവിടെ. അവരുടെ ദേഷ്യത്തിലുള്ള സംസാരം കേട്ട് ബാമ ഒന്ന് ഭയന്നു. നിന്നോട് അവിടെ മുമ്പിൽ പോയി തല താഴ്ത്തി നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്, സംസാരിക്കാനാണ്. നീലി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുന്നത് കണ്ട് അവർക്ക് ദേഷ്യം വന്നിരുന്നു. രാവിലെ വായി നോക്കി ബാക്കിയുള്ളവരെ തള്ളിയിടാൻ നിനക്കറിയും, എന്നിട്ട് ഒരു സോറി പോലും പറയാൻ അറിയില്ല അല്ലേ? എന്നിട്ടൊരു ക്ലാസിന്റെ മുമ്പിൽ കുറച്ച് കുട്ടികൾക്ക് മുമ്പിൽ സംസാരിക്കാൻ അറിയില്ല. അവർ ദേഷ്യത്തിൽ അത് പറഞ്ഞതും അവൾ പേടിയോടെ അവരെ നോക്കി. അപ്പോൾ കുട്ടികളെല്ലാം അവളെ നോക്കുന്നുണ്ട്. നീലി അവൾക്കാവുന്ന പോലെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതും, നിന്നെ നാടകത്തിനല്ല അവിടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, അതോ ഭയന്ന് നിന്റെ ശബ്ദവും പോയോ? അവർ വീണ്ടും പുച്ഛത്തോടെ പറഞ്ഞതും നീലി എന്ത് പറയുമെന്നറിയാതെ നിന്നതും വീണ്ടും ബാമ ചാടി എണീറ്റ് അവളുടെ നേരെ തിരിഞ്ഞതും, മിസ്. ഡി, നിന്നോട് എന്താ ഞാൻ പറഞ്ഞത്? മനസ്സിലാവില്ലേ നിനക്ക്? മിസ്, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്ക്. ബാമക്ക് ദേഷ്യം വന്ന് അവളും ദേഷ്യത്ത് പറഞ്ഞതും, നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? ഞാൻ ആരെയും പഠിപ്പിക്കാനൊന്നും വരുന്നില്ല. ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല. ആ പോയി നിൽക്കുന്നത് നീലിമ, അവൾക്ക് സംസാരശേഷിയില്ല. പിന്നെ അവളെ അവിടെ കൊണ്ടുപോയി നിർത്തി ശബ്ദമില്ലേ, സംസാരിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാ പിന്നെ അവൾ എന്താണ് പറയുക? അത് കേട്ടതും ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒന്ന് ഞെട്ടി സഹതാപത്തോടെ അവളെ നോക്കുന്നുണ്ട്. ആ നോട്ടം കണ്ടതും നീലിക്കുള്ളിൽ ഒത്തിരി വിഷമം തോന്നിയിരുന്നു. അത് കേട്ട് ടീച്ചർ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ദേഷ്യത്തിൽ, ഓ, അത് വിചാരിച്ച് എന്നോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ ടീച്ചറാണ്, നീ ഒരു വിദ്യാർത്ഥിനിയും. നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നോ? ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത്. ബാമ അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും, ഹോ, വന്ന അന്ന് തന്നെ നിനക്കൊക്കെ അഹങ്കാരം അല്ലേ? കാണിച്ചു തരാൻ ഞാൻ 2 പേർക്കും. അതും പറഞ്ഞ് അവർ പെട്ടെന്ന് ദേഷ്യത്തിൽ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടരും.